Good morning. Today we are specially praying for our state, Kerala. നമ്മുടെ സ്വന്തം നാടായ കേരളത്തിന് വേണ്ടി നാം ഇന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. We all know Kerala is known as God's own country. അതെ, സാക്ഷരതയിൽ മുൻപന്തിയിലായ നമ്മുടെ നാട് കേരളം. ആരോഗ്യ പരിരക്ഷയിലും മുൻപിട്ട് നിൽക്കുന്നത് കേരളം തന്നെയാണ്. Yes, Kerala is the first digital state in the land of India. ഭാരതത്തിൽ സുവിശേഷം ആദ്യം എത്തിയ മണ്ണ് കേരളമാണ്. അതുമാത്രമല്ല, അനേക മിഷണറിമാർക്ക് ജന്മം നൽകിയ നാടാണ് നമ്മുടെ കേരളം. സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് അനേക രാജ്യങ്ങളിൽ അനുഗ്രഹമാണ് കേരളീയർ. സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെട്ട വാതിലുകൾ കേരളത്തിലേക്ക് എന്നും അഭിവൃദ്ധി കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അതെ, തീർച്ചയായും പ്രാർത്ഥനയാണ് ഇതിനൊക്കെ നിതാന്തമായത്. അതുകൊണ്ട് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ അല്പസമയങ്ങൾ നമ്മൾ വേർതിരിക്കുന്നു. The Bible says, pray for all people, especially those who are in authority, that we may live a life, peaceful, godly lives with dignity. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നത്, നാം എല്ലാവരും സർവ്വഭക്തിയോടെയും ഘനത്തോടെയും സാവധാനതയും സ്വസ്ഥതയുള്ള ഒരു ജീവനം കഴിക്കേണ്ടതിന് സകല മനുഷ്യർക്ക് വേണ്ടിയും വിശേഷാൽ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ നമ്മളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് നമ്മൾ കേരളത്തിലെ 14 ജില്ലകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, 14 ജില്ലകളിൽ നിന്നും ദൈവത്തിൻ്റെ ദാസന്മാർ കേരളത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. ബൈബിൾ ഇങ്ങനെ പറയുന്നു, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും പാടി നമ്മൾ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് പാസ്റ്റർ ഒരു സങ്കീർത്തനം വായിച്ച് നമ്മളെ പ്രബോധിപ്പിക്കും. അതിനുശേഷം നമുക്ക് പാടി ആരാധിക്കാം. സങ്കീർത്തനങ്ങൾ 146. യഹോവയെ സ്തുതിപ്പിൻ, എൻ മനമേ യഹോവയെ സ്തുതിക്ക. ജീവനുള്ളെന്നും ഞാൻ യഹോവയെ സ്തുതിക്കും. ഞാനുള്ള കാലത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം ചെയ്യും. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും അരുത്. അവൻ്റെ ശ്വാസം പോകുന്നു, അവൻ മണ്ണിലേക്ക് തിരിയുന്നു. അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു. യാക്കോബിൻ്റെ ദൈവം സഹായമായി. തൻ്റെ ദൈവമായ യഹോവയിൽ പ്രത്യാശയുള്ളവൻ ഭാഗ്യവാൻ. അവൻ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കി. അവൻ എന്നേക്കും വിശ്വസ്തത കാക്കുന്നു. പീഡിതന്മാർക്ക് അവൻ ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശപ്പുള്ളവർക്ക് അവൻ ആഹാരം നൽകുന്നു. യഹോവ ബദ്ധന്മാരെ അഴിച്ചുവിടുന്നു. യഹോവ കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു. യഹോവ കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്നു. യഹോവ നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യഹോവ പരദേശികളെ പരിപാലിക്കുന്നു. അവൻ അനാഥനെയും വിധവയെയും സംരക്ഷണ ചെയ്യുന്നു. എന്നാൽ ദുഷ്ടന്മാരുടെ വഴി അവൻ മറിച്ചു കളയുന്നു. യഹോവ എന്നേക്കും വാഴും. സിയോനെ, നിന്റെ ദൈവം തലമുറ തലമുറയോളം തന്നെ. യഹോവയെ സ്തുതിപ്പിൻ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം.
വേറെ ആരുമില്ല കർത്താവേ. Lord, we praise you, Lord. Hallelujah. യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല, യേശുവെ പോലെ ആരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ യേശുവേ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്ക് തുല്യനായ. Hallelujah. You deserve the glory and the honor. Lord, we lift our hands in worship as we lift your holy name. You deserve the glory and the honor as we lift our hands in worship, as we lift your holy name. For you are great, you do miracles so great. There is no one else like you. There is no one else like you. For you are great, you do miracles so great. There is no one else like you. There is no one else like you. Yesu വലിയവൻ, യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. യേശു വലിയവൻ, അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ, അങ്ങെപ്പോലെ ആരുമില്ല. അങ്ങെപ്പോലെ ആരുമില്ല. ദിവസം ഞങ്ങൾക്ക് ഒരുമിച്ച് നിന്ന് കേരളത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ അവിടുന്ന് ഇടയാക്കിയ വലിയ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ നാമം കേരളം മുഴുവൻ മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ ജില്ലകളെയും, എല്ലാ ദൈവത്തിന്റെ ജനത്തെയും, എല്ലാ മനുഷ്യരെയും അവിടുന്ന് അനുഗ്രഹിച്ച് അങ്ങയുടെ നാമം മഹത്വപ്പെടുവാൻ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിതാ കർത്താവെ ഒരുമിച്ച് ദൈവസഭ ഒത്തൊരുമിച്ച് കർത്താവെ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ, സഭയുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. അതിനോടൊപ്പം ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, 14 ജില്ലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ സർക്കാരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സർക്കാരിനെ നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് വേണ്ടുന്ന ജ്ഞാനവും കൃപയും എല്ലാം നീ കൊടുത്ത് സഹായിക്കണമേ. തൻ്റെ കൂടെയുള്ള മന്ത്രിമാർ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. MLA മാർ മുഴുവനും കർത്താവ് ഞങ്ങൾ ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തൻ്റെ കൂടെ കർത്താവെ അത്യധ്വാനം ചെയ്യുന്ന പ്രത്യേകിച്ച് ഞങ്ങളുടെ ആരോഗ്യമന്ത്രി കർത്താവ് ശൈലജ ടീച്ചർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാ പ്രവർത്തകരും, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ, സെക്രട്ടറീസ് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഈ കേരളത്തിലുള്ള ദൈവസഭ ഒന്നടങ്കം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വന്ന് ഞങ്ങളെ തന്നെ താഴ്ത്തി ഞങ്ങൾ വിനയപ്പെടുത്തി പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവ്, ഞങ്ങൾ കേരളക്കരയിലുള്ള എല്ലാ യുവജനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള യുവജനങ്ങളെ കർത്താവ് തൊടണം. മദ്യവും മയക്കുമരുന്നും അരാജകത്വങ്ങളും നിറഞ്ഞ ഈ തലമുറയിൽ കർത്താവിന്റെ നിറവിലേക്ക് യുവജനങ്ങൾ വെളിച്ചത്തിൽ പ്രാണി എന്നതുപോലെ അടുത്തു വരേണ്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കുരുട്ട് കണ്ണുകൾ സുവിശേഷത്തിന്റെ ഉജ്ജ്വല പ്രഭയാൽ തുറക്കപ്പെടുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾ അധികാരത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. വചനം അവരുടെ ഹൃദയത്തിൽ ജ്വലിക്കട്ടെ, അഭിഷേകം അവരുടെ ഹൃദയത്തിൽ ചലിക്കട്ടെ, ആത്മാവിൽ അവർ നിറയുവാനിടവരട്ടെ. ജ്ഞാനാത്മാവിനാൽ ദൈവം അവരെ നിറയ്ക്കണമേ, അഭിഷേകത്തിന്റെ ശക്തിയാൽ ദൈവം അവരെ നിറയ്ക്കണമേ.
കർത്താവ് അത് ചെയ്യുന്നതിന് നന്ദി. ഉള്ളം തുറന്ന് ബ്ലസ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവസ്വകസ്രായ പ്രിയ പിതാവേ, COVID-19 എന്ന അതിഭയങ്കരമായ മഹാമാരിയുടെ കാലത്ത് ലോകങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ബാധിക്കപ്പെടുകയും ലോകരാജ്യങ്ങൾ ഭയന്ന് ഉറങ്ങലിച്ചു നിൽക്കുകയും ചെയ്യുന്ന അവസരത്തിൽ കൃപാസനത്തിനെടുക്കലെടുത്ത് വരുവാൻ തക്കോണം ഞങ്ങൾക്ക് അതിന് അവകാശനായ സ്തോത്രം. കുരുത്താഴക്കുഴാണെന്നാൽ ഒരിടത്തും ഞങ്ങൾ ഭയപ്പെടുകയില്ലല്ലോ. അവിടുത്തെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന കേരളത്തിലെ സഭകൾ ഈ സമയത്ത് തങ്ങളുടെ ദൗത്യം നിറവേറ്റുവാൻ ഇടയാക്കണമേ. സ്നേഹത്തില്, കൂട്ടായ്മയില്, സഹായത്തില്, സഹകരണത്തില് ലോകത്തിന്റെ വെളിച്ചമായിരിക്കാൻ, ഭൂമിയുടെ ഉപ്പായിരിക്കാൻ കൽപ്പിച്ച കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് നിൽക്കാൻ ഇടയാക്കണമേ. ഈ കാലത്ത് ലോക്ക്ഡൌണിൽ പെരയ്ക്കകത്ത് അടച്ചിരിക്കുന്ന ആരും തന്നെ ഡിപ്രഷനുള്ളവരായി തീരുവാൻ, നിരാശയുള്ളവരായി തീരുവാൻ ഇടയാക്കരുത്. അവരെ ധൈര്യപ്പെടുത്തണമേ. കോവിഡ് കഴിയുമ്പോൾ പുതിയ ശക്തിയോടെ സഭ പുറത്തു വരുവാൻ ഇടയാക്കണമേ. ജീവൻ വെച്ച് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ, പ്രളയങ്ങൾ നിമിത്തം ഞങ്ങൾ ഒത്തിരി കഷ്ടങ്ങളിലൂടെ കടന്നുപോയി. അവിടെയെല്ലാം ഞങ്ങളെ വിടുവിച്ച് കേരളത്തെ വെളിയിൽ കൊണ്ടുവന്ന കർത്താവേ, എന്നാൽ ഈ പ്രതിസന്ധികളുടെ നടുവിൽ, ഈ കോവിഡ് പ്രകൃതി പ്രതിസന്ധികളുടെ നടുവിൽ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വർഷം ജൂൺ ജൂലൈ ഈ മാസങ്ങളിൽ കടന്നു വരാൻ സാധ്യതയുള്ള എല്ലാ അനർത്ഥങ്ങളും മാറിപ്പോകട്ടെ. ഞങ്ങളുടെ ദേശത്തെ അങ്ങ് സൂക്ഷിക്കണമേ. ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ ഐക്യമെത്തിയപ്പെട്ട് തിരുസന്നിധിയിൽ വരുന്നു. അവിടുന്ന് അത്ഭുതങ്ങൾ ചെയ്യണമേ. എല്ലാ പ്രകൃതി ദുരന്തങ്ങളും മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സങ്കീർത്തനം 46:1. ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവിടുന്ന് ഏറ്റവും അടുത്ത തുണയാകുന്നു. യെശയ്യാവ് 53:5 നാം വായിക്കുന്നു, യേശുവിന്റെ മുറിവുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. COVID-19 ആണെങ്കിലും മറ്റ് ഏതു രോഗത്താൽ ബാധിക്കപ്പെടുന്നു എങ്കിലും യേശുവിൽ നമുക്ക് അഭയമുണ്ട്, യേശുവിൽ നമുക്ക് സൗഖ്യമുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, രോഗത്താൽ വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. COVID-19 മറ്റ് ഇതര രോഗങ്ങളാലും വിഷമിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശു ക്രൂശിൽ തികച്ചെടുത്ത സൗഖ്യത്തെ അവരിൽ ഓരോരുത്തരിലേക്കും ഞങ്ങൾ കൊണ്ടുവരുന്നു. അവർ സൗഖ്യമാകട്ടെ. യേശുവിന്റെ ജീവനാൽ എല്ലാവരെയും നിറയ്ക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായിട്ട് അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ നന്ദി പറയുന്നു. ദൈവമേ, കേരളത്തിലെ 14 ജില്ലകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, തൊഴിൽ സ്ഥാപനങ്ങൾ, ബിസിനസ് കേന്ദ്രങ്ങൾ, വ്യവസായശാലകൾ, കർത്താവേ, ചെറുതും വലുതുമായ എല്ലാ ജോലി സ്ഥാപനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ദൈവമേ, കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുമുള്ള എല്ലാവർക്കും ദൈവം തൊഴിൽ കൊടുക്കണമേ കർത്താവേ. ബിസിനസ്സുകാരെ അനുഗ്രഹിക്കണേ കർത്താവേ. ഞങ്ങളുടെ സംസ്ഥാനം കർത്താവെ സാമ്പത്തികമായി ഈ സകല പ്രതിസന്ധികളിൽ നിന്നും കരകയറി അഭിവൃദ്ധിയിലേക്ക് എത്രയും വേഗം വരുവാൻ ദൈവം കൃപ ചെയ്യണമേ. ദൈവമേ, ഒരു കുടുംബങ്ങളിലും പട്ടിണികൾ ഉണ്ടാകല്ലേ, പ്രതിസന്ധികൾ ഉണ്ടാകല്ലേ കർത്താവെ. ഞങ്ങളുടെ സംസ്ഥാനത്ത് സാമ്പത്തികമായ മാന്ദ്യങ്ങൾ ഉണ്ടാകാൻ ദൈവം അനുവദിക്കരുതേ കർത്താവ്. അങ്ങനെ ചെയ്യാൻ പോകുന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ നല്ല ദാനങ്ങൾക്കും സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. We are going to pray for Kerala. We are going to pray for the economy to flourish. We are going to pray for the development in Kerala. And we are also going to see, too long Kerala has been a consumer state, but we are going to turn it into a contributor state. And we also will pray for the prosperity, all the prosperity of this land. This land has held out well during the pandemic. Father, at this time we want to pray for Kerala, Lord, which has been a role model, Lord, in the world itself, Lord, in the way that is led against the pandemic, Lord. And at this time, Lord, we pray that the economy which has collapsed, God, we pray that you revive the economy, let the economy be revived, let people get back their jobs, Lord, let things, Lord, happen, Lord, in a greater measure, Lord. We pray and ask, Lord, that new industries will come forth, Lord. We pray that the returning non-resident Indians who come will establish new things out here in this land, God. And we pray for your grace and mercy, God. Let there be an overall prosperity in the land of Kerala in every way, Lord. We thank and we bless you. In Jesus' name we pray. Amen. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ തൃശ്ശൂർ പട്ടണത്തിലുള്ള എല്ലാ ബീഹാറിൽ നിന്നും ഒറീസയിൽ നിന്നും കർത്താവെ ബംഗാളിൽ നിന്നും ഒക്കെയുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.
ഇപ്പോൾ അവർ കടന്നു പോകുന്ന എല്ലാ സാഹചര്യങ്ങളും കർത്താവ് കൂടെ ഇരിക്കണമേ, തുണയായിരിക്കണമേ. കർത്താവ് ഗവൺമെൻറ് ഓഫീഷ്യൽസിൽ നിന്നെല്ലാം കർത്താവ് അവർക്ക് കർത്താവ് ഫേവർ കിട്ടുവാൻ കർത്താവ് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അവരെ ഞങ്ങൾ ഒരുമിച്ച് കർത്താവ് ഈ പട്ടണത്തിലാണ് കൊണ്ടുവന്നാണല്ലോ അവർ കർത്താവിനെ കാണുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ അവർ കാണുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ രുചിച്ചറിഞ്ഞിട്ട് ഇവിടുന്ന് പോകുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ കരങ്ങളിലേക്ക് അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപയും കരുണയും അവർ കർത്താവെ കണ്ടെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ യേശുവയുടെ നാമത്തിൽ ഞങ്ങൾ അവരെ അനുഗ്രഹിക്കുന്നു. കർത്താവെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. നല്ല സമയത്തിനായി ഞങ്ങൾ സ്തുതിക്കുന്നു. കേരളത്തിന്റെ കാർഷിക മേഖലയെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ വരുമാന മാർഗങ്ങൾക്കായി, തൊഴിൽ മാർഗങ്ങൾക്കായി, എല്ലാ നന്മകൾക്കുമായി ഞങ്ങൾ അതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. എല്ലാ കർഷകുടങ്ങളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അവിടെ വ്യാപരിക്കുന്ന എല്ലാ ആത്മഹത്യ പ്രവണതകൾ നീങ്ങുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃഷിമന്ത്രി ഞങ്ങളെ ഏൽപ്പിക്കുന്നു. കൃഷി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങളെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജ്ഞാനവും പരിജ്ഞാനവും പകരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് അനുകൂലമാക്കി മുൻമഴയും പിന്മഴയും അങ്ങ് അയച്ചു തരുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, കാർഷിക മേഖലയിൽ പച്ച പിടിച്ചൊരു കേരളത്തെ ഞങ്ങൾ കാണുന്നു. സമ്പന്ന നിറഞ്ഞ കേരളത്തെ ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന കേരളത്തെ ഞങ്ങൾ കാണുന്നു. അതങ്ങനെ സംഭവിക്കാൻ പോകുന്നതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ഒരു വളർച്ച ഞങ്ങളുടെ രാജ്യത്തുണ്ടാകുവാൻ, ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവെ ഞങ്ങളുടെ കേരളത്തിൽ വെളിപ്പെടുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകണമേ. ആത്മീകമാകട്ടെ, ഭൗതികമാകട്ടെ, എല്ലാ മണ്ഡലങ്ങളിലും കർത്താവെ കേരള സ്റ്റേറ്റ് വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കുമാറാകണം. മലപ്പുറം ജില്ലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസാധാരണമായ ദൈവപ്രവൃത്തി മലപ്പുറം ജില്ലയിൽ വെളിപ്പെടുത്തുമാറാകണമേ. കർത്താവെ, കോവിഡ്-19 എന്ന മഹാമാരിയിൽ നിന്ന് ഈ ജില്ലയെ കർത്താവ് വിടിവിക്കേണ്ടതിനായി, ഈ സ്റ്റേറ്റിനെ കർത്താവ് വിടിവിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകന്മാർക്കും, എല്ലാ ദൈവജനത്തിനായി സ്തോത്രം. ഈ ജില്ലയിലെ സമൂല എല്ലാ ജനത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അനുഗ്രഹിക്കണമേ, അങ്ങ് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങേക്ക്, യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, പ്രവാസികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകവ്യാപകമായി കോവിഡ്-19 എന്ന മഹാമാരിയുമായി ബന്ധപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടവർ, ജോലി നഷ്ടപ്പെട്ടവർ, ബിസിനസ്സിൽ വൻ തകർച്ചകൾ വന്ന ആയിരക്കണക്കിന് പ്രിയരെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. തലമുറയായി അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്. കഷ്ടങ്ങൾ അടുത്ത് വരുമ്പോൾ ഏറ്റവും അടുത്ത തുണയാണ്. ദൈവകരങ്ങളിൽ അവരെ സമർപ്പിക്കുന്നു. സൂപ്പർനാച്ചുറലായിട്ടുള്ള വഴികൾ അവർക്ക് വേണ്ടി ദൈവം തുറക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പുതുവഴികളിലൂടെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം നടത്തണമേ, ആശ്വാസം നൽകണമേ. ഈ ദിവസങ്ങൾ ഇന്ത്യയിലേക്ക് മടങ്ങി വരുന്ന പ്രവാസികളെ ഏൽപ്പിക്കുന്നു. അവർ ഞങ്ങളുടെ രാജ്യത്തിനൊരു അനുഗ്രഹമായിരിക്കട്ടെ. അവർക്ക് വേണ്ടി ദൈവമെല്ലാം കരുതണമേ. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും പ്രവാസികളെ ഞങ്ങൾ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വം അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായിരിക്കുന്ന പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, കേരളത്തിലെ 14 ജില്ലകളിലുമുള്ള കുടുംബങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ലോക്ക്ഡൗൺ പീരീഡിൽ കേരളത്തിലെ കുടുംബങ്ങളുടെ മേൽ അങ്ങയുടെ ആത്മാവിൻ്റെ അഗ്നിയെ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവെ, ഭാര്യാഭർത്താക്കന്മാരും മക്കളും ഒരുമനപ്പെട്ട് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള എല്ലാ ഭയത്തിൽ നിന്നും കേരളത്തിലെ കുടുംബങ്ങളെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും കുഞ്ഞുങ്ങളും യൗവനക്കാരും അന്യോന്യം സ്നേഹിക്കുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിൻ്റെ സാക്ഷികളാക്കി തീർക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, 14 ജില്ലകളിലെയും കുടുംബത്തെ ഞങ്ങൾ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ക്ഷണത്തിൽ സഭയായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ. Father in heaven, we come into your presence. We ask for your grace and for your help once again, O God. At this hour of need, this time when our land is going through greater crisis of the coronavirus, God, we pray that you will give us grace to cope with the crisis. We pray for our educational system. We pray for our colleges, for our universities, that they would function back to normal. We pray for our children, oh God, that they will be able to go back to school to study, to resume their education. For those of their exams are pending, we pray that God,
you would give them special grace, special favor, that they would be able to cope with the crisis that's going on. We pray especially for our authorities, for the teachers, that they will be able to take wise decisions so that they would become a greater part in bringing back our educational system to normalcy. We pray that you would restore our land, revive us, O God, revive our land, so that everything will be back to normal. We put our trust in you and you alone. In Jesus' most precious name we pray. Amen. Gracious, loving Heavenly Father, it's a great privilege that we can come to your presence anytime in the name of our Lord and Savior Jesus Christ. Oh, by the spirit of adoption we can call you Abba Father. Now we are going through a very adverse situation. The spirituality has come down, and there is a lot of violence, wickedness and abuse in our land, Lord. There is a peaceless atmosphere in our place throughout, Lord. I pray that you may really eradicate all elements of violence, abuse and wickedness from this land of Kerala, and the peace that passes all understanding will really fill the hearts of each and every person of this place. Lord, I hope that you are going to do wonderful things after this lockdown time, that we may enjoy a wonderful outpouring and a wonderful time of peace and joy in the very coming days, O Lord. I ask all these things in the name of our Lord and Savior Jesus Christ. Amen. We are going to declare from Kerala to all 14 districts of Kerala, over to the nation of India and to the nations of the world, the south, to the north, the east and the west. We are going to declare, the north and the south, sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. We sing, shout to the north and the south, sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. Men of faith, rise up and sing of a great and glorious King. You are strong when you feel weak, in your brokenness complete. Men of faith, rise up and sing of a great and glorious King. You are strong when you feel weak, in your brokenness complete. Together, we will shout to the north and the south, sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. We will shout to the north and the south. We will sing to the east and the west. Jesus is Savior to all, Lord of heaven and earth. He's the Lord of heaven and earth. He's the Lord of heaven and earth. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എക്സോഡസ് ദൈവസഭ ആത്മീയ നേതൃത്വം കൊടുക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, ദൈവത്തിൻ്റെ മക്കൾ, നിങ്ങൾക്ക് ഏവർക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ നിങ്ങളോടൊത്ത് ആത്മീയ ആരാധനയിൽ സംബന്ധിക്കുവാൻ ദൈവം നൽകിയ അവസരത്തെ ഞാൻ നന്ദിയോടുകൂടെ സ്മരിക്കുന്നു. എക്സോഡസ് ചർച്ചിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾക്കായും ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. ആത്മീയ നേതൃത്വത്തിലായിരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ദാസന്മാരെ ദൈവം വളരെ അത്ഭുതകരമായി ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. സഭയെ ദൈവം വിശാലതകൾ നൽകി ആദരിക്കുന്നല്ലോ. എല്ലാ
ദൈവപ്രവർത്തികൾക്കായും സ്തോത്രം. കർത്താവിൻ്റെ ദാസൻ നബി ഇങ്ങനെയൊരു ലഘു സന്ദേശത്തെക്കുറിച്ച് എന്നെ അറിയിക്കുകയും അതനുസരിച്ച് നിങ്ങളോട് തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു ചെറിയ സന്ദേശം അറിയിക്കുവാൻ ദൈവം എന്നെ ശക്തീകരിക്കുന്നത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ ദിവസങ്ങൾ പ്രത്യേക ഉപവാസങ്ങളും പ്രാർത്ഥനകളുമൊക്കെ ക്രമീകരിക്കപ്പെട്ട് പ്രതിസന്ധിയിലായിരിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ, ലോകത്തിനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവജനത്തിനു വേണ്ടിയൊക്കെ മധ്യസ്ഥ അണയ്ക്കുന്ന നാളുകളാണ്. അങ്ങനെയുള്ള അവസരങ്ങളെ ദൈവം നമുക്ക് ഒരുക്കി തരുന്നതിൽ സന്തോഷിക്കുന്നു, കർത്താവിനെ സ്തുതിക്കുന്നു. ഭാരതത്തിൽ COVID-19 ബന്ധത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധിയിൽ അഭിമുഖീകരിക്കുന്നത് മഹാരാഷ്ട്ര സ്റ്റേറ്റാണ്. അതിൽ ബോംബെ പട്ടണമാണ് ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത്. ഞാനും ബോംബെയിൽ പാർത്ത് ഭാരതത്തിൻ്റെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നൊരു വ്യക്തിയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രത്യേകം വടക്കേ ഇന്ത്യയെ, ശിശാൽ, ബോംബെ പട്ടണത്തെ ഒക്കെ ഓർക്കണമേ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമുക്ക് വളരെ പരിചയമുള്ള ഒരു വാക്യമാണ്. ഒരു ചെറിയ വാക്യം. കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. പൗലോസും തൻ്റെ സഹപ്രവർത്തകരും അവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് പൗലോസ് കൊരിന്ത്യയിലുള്ള ദൈവമക്കളോട് പറയുകയാണ്, ഞങ്ങളുടെ ചുവടുകൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഭാരതത്തിലെ വളരെ പ്രധാനിയായിരുന്ന ഒരു തത്വചിന്തകൻ ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. ക്രിസ്ത്യാനികൾ സാധാരണക്കാരായ മനുഷ്യരാണ്, അസാധാരണമായ അവകാശവാദങ്ങൾ അവർക്കുണ്ട്. ആദ്യം ആ വാചകം കേട്ടപ്പോൾ എനിക്കും സന്തോഷമായി തോന്നി. നമ്മെക്കുറിച്ച് നല്ല കാര്യമാണല്ലോ പറഞ്ഞു. അതേ, നല്ല കാര്യമാണ്. എന്നാൽ പിന്നത്തേതിൽ എനിക്ക് തോന്നി ആ വാചകത്തിന്റെ 2-ാമത്തെ ഭാഗം അപൂർണമാണ്. പൂർണ്ണതയിൽ ആ വാക്യം നാം ഉദ്ധരിച്ചാൽ ഞാനിങ്ങനെ അതിനെ തിരുത്തി പറഞ്ഞു, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ, വി അഗ്രി വിത്ത് ഇറ്റ്, ബട്ട് നോട്ട് ഓൺലി വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. whatever we claim, that is our experience. ഒരുപക്ഷെ അവകാശവാദം മാത്രമുള്ള ഒരുപാട് ക്രിസ്ത്യാനികൾ കാണും. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല. വെറും അവകാശവാദങ്ങളിൽ ഊന്നിയുള്ളതല്ല നമ്മുടെ ജീവിതം. ആഴമേറിയ ജീവിത അനുഭവങ്ങളിൽ ഊന്നിയുള്ളതാണ്. ക്രിസ്ത്യ ജീവിതം വളരെ അതുല്യമാണ്. ക്രിസ്ത്യൻ ലൈഫ് ഈസ് സോ യുണീക്ക്. ഒരു സാധാരണക്കാരൻ്റെ ജീവിതം പോലെയല്ല ക്രിസ്തീയ ജീവിതം. ക്രിസ്തീയ ജീവിതത്തിന് അനേക പ്രത്യേകതകളുണ്ട്, അതുല്യതകളുണ്ട്. അതിലൊന്നാണ് പൗലോസോട് പറയുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കണ്ണുകൊണ്ട് കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ദ്രിയങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന അറിവിൻ്റെ വെളിച്ചത്തിൽ മാത്രമുള്ളതല്ല ഞങ്ങളുടെ ജീവിതം. നേരെ മറിച്ച് ഇന്ദ്രിയജ്ഞാനത്തെ കവിയുന്ന ഒരു കാഴ്ചപ്പാട് ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതാണ് ഞങ്ങളുടെ ചുവടുകളുടെ പ്രേരക ശക്തി. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, നമ്മളിപ്പോൾ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ വല്ലാത്ത പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. മാനവ ചരിത്രത്തിൽ ഇത്രയും പ്രതിസന്ധികൾ നിറഞ്ഞ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നോ എന്നുള്ളത് സംശയാസ്പദമാണ്. ഉണ്ടായിട്ടുണ്ട് പ്രതിസന്ധികൾ പലതും. പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചും പല റീജിയനുകൾ കേന്ദ്രീകരിച്ചും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആഗോള വ്യാപകമായി മനുഷ്യനെ ഇത്രമാത്രം പ്രതിസന്ധിയിലാഴ്ത്തിയ മറ്റൊരു കാലഘട്ടമോ മറ്റൊരു പ്രതിസന്ധിയോ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യമായ വസ്തുത എന്ന് പറയുന്നത്. എന്നാൽ ഈ പ്രതിസന്ധിയുടെ നടുവിൽ എന്തായിത്തീരും, എങ്ങനെയായിത്തീരും, എങ്ങനെ പിടിച്ചു നിൽക്കുവാൻ കഴിയും എന്ന 100 ചോദ്യങ്ങൾ മനുഷ്യന്റെ മനസ്സിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ ഒരു കൂട്ടം ദൈവമക്കളുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നോട്ടുള്ള ഗമനം ഇന്ദ്രിയ ജ്ഞാനത്തിൽ മാത്രം ആശ്രയിച്ചല്ല,
വിശ്വാസത്തിൻ്റെ ചുവടിലായതുകൊണ്ട് പതറാതെ തളരാതെ അവർക്ക് മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, വിശ്വാസത്തിൻ്റെ ചുവടുകൾ എന്തെന്ന് നാം മനസ്സിലാക്കുമ്പോൾ, ഒരു ദൈവമനുഷ്യനോട് ചോദിച്ചു, വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അദ്ദേഹം പറഞ്ഞു, ടേക്കിംഗ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വിതൗട്ട് സീയിങ് ദ ഹോൾ സ്റ്റെയർസ്. അന്ധകാര നിമിഡമായ ഒരു സാഹചര്യം, കയറിപ്പോകേണ്ട കോണിപ്പടിയുടെ പടികളൊന്നും കാണാൻ കഴിയുന്നില്ല. എങ്കിലും വിശ്വാസത്തോടെ ആദ്യത്തെ ചുവട് മുന്നോട്ട് തന്നെ എടുത്തു വെക്കുന്നതാണ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ നടക്കുക എന്ന് പറയുന്നതെന്ന് ആ ദേവദാസൻ പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് പൂർവ്വപിതാക്കന്മാരൊക്കെ പാടിയതൊന്നും കണ്ടിട്ടല്ല എൻ ജീവിത ആരംഭം, വിശ്വാസ കാൽ ചുവട്ടിലത്രേ. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ അവരുടെ വിശ്വാസത്തിന്റെ ചുവടുകൾ എടുത്തു വെച്ചത് ഒന്നും കണ്ടിട്ടല്ല. നമുക്ക് ഇന്ന് കണ്ടുകൊണ്ട് കാണാനുള്ളത്, ജീവിതത്തിൽ സ്വായത്തമാക്കിയിട്ടുള്ളത്, അനുഭവിപ്പാൻ അവസരം തന്നിട്ടുള്ളത് ഒന്നും പിതാക്കന്മാരുടെ ജീവിതത്തിൽ അവർക്കില്ലായിരുന്നു. പക്ഷേ അവർ ദൈവതിരുമുഖത്തേക്ക് നോക്കി വിശ്വാസത്തിന്റെ ചുവടെടുത്തു വെച്ചു. പത്രോസ് കർത്താവിനെ നോക്കിക്കൊണ്ട് പടകിൽ നിന്ന് കടലിലേക്ക് കാലെടുത്ത് വെച്ചതുപോലെ പൂർവകാല ഭക്തന്മാർ അവരുടെ ഇന്ദ്രിയങ്ങൾ ഒരുപക്ഷെ അവർക്ക് നൽകിയ അറിവുകൾക്ക് വിപരീതമായി തന്നെ അവരുടെ വിശ്വാസത്തിന്റെ ചുവടുകളെ അവരെ മുന്നോട്ട് വയ്ക്കുവാനായിട്ടിടയായി തീർന്നു. ഈ പ്രതിസന്ധികൾ നിറഞ്ഞ കാലഘട്ടത്തിൽ ദൈവം നമ്മളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് നാം വിശ്വാസത്തിന്റെ ചുവടുകൾ മുന്നോട്ട് വയ്ക്കണമെന്നുള്ളതാണ്. ഒരുപക്ഷെ കാർമേഘ നിബിഡമായിരിക്കും, അന്ധകാരം മൂടിയിരിക്കുന്നതായിരിക്കും, പ്രതിസന്ധികൾ നിറയപ്പെട്ടതായിരിക്കും വരും ദിവസങ്ങളിൽ നമുക്ക് മുമ്പിലുള്ള പാതകൾ. എന്നാൽ അതിന്റെ നടുവിലും ഭക്തനെ പോലെ നമുക്ക് പാടുവാൻ കഴിയണം, കാർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യ ശോഭ കാണും. സ്തോത്രം. കാർമേഘത്തിനുള്ളിലും മിന്നും സൂര്യ ശോഭ കാണുന്ന ഒരു ഭക്തനെ പോലെ നമ്മുടെ ജീവിതയാത്രയിൽ വരും ദിവസങ്ങളിൽ നാം വിശ്വാസത്തിന്റെ ചുവടുകളെ വയ്ക്കണം. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത്, when we walk by faith, we believe the incredible, we see the invisible, and we receive the impossible. വിശ്വാസത്തിന്റെ ചുവടിൽ നാം ജീവിക്കുമ്പോൾ അവിശ്വസനീയമായതിനെ നമ്മൾ വിശ്വസിക്കും, അദൃശ്യമായതിനെ നാം കാണും, അസാധ്യമായതിനെ നാം പ്രാപിക്കും. ദാറ്റ് ഈസ് വാക്ക് ബൈ ഫെയ്ത്ത്. അതാണ് വിശ്വാസത്താലുള്ള നടപ്പെന്ന് പറയുന്നത്. അവിശ്വസനീയമായതിനെ വിശ്വസിക്കുക. അബ്രഹാമിനെ പോലെ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിക്കുക. കണ്ണുകൊണ്ട് കാണാത്തതിനെ വിശ്വാസത്താൽ ദൂരത്തായി കാണുക. എന്നിട്ട് അസാധ്യമായതിനെ വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുക. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം വെളിപ്പെടേണ്ട നാളുകളാണ് നമുക്ക് മുമ്പിലുള്ളത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് അവിശ്വസനീയമായതിനെ വിശ്വസിക്കാം. കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തതിനെ കാഴ്ചപ്പാടിൽ നമുക്ക് മുന്നിൽ കാണാം. അസാധ്യമായതിനെ വിശ്വാസത്താൽ നമുക്ക് പ്രാപിച്ചെടുക്കാം. അതിലുപരി കാഴ്ചയാലല്ല വിശ്വാസത്താൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലിവിങ് ഇൻ ദ ലൈറ്റ് ഓഫ് ഇറ്റേണിറ്റി, നിത്യതയുടെ വെളിച്ചത്തിൽ നാം ജീവിക്കുക എന്നുള്ളതാണ്. ഇവിടുത്തെ ജീവിതത്തെ, ഇവിടുത്തെ അനുഭവങ്ങളെ നിത്യതയുമായി തുലനം ചെയ്തുകൊണ്ട് ഓരോ ദിവസവും നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കുക എന്നുള്ളതാണ്. അബ്രഹാമിനെ കുറിച്ച് നാം വായിക്കുന്ന വിശ്വാസത്താൽ അബ്രഹാം താൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറ് എവിടേക്ക് പോകുന്നുവെന്ന് അറിയാതെ പുറപ്പെട്ടു. വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്തെന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തു. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രിയമുള്ളവരെ, ഒരു പ്രഭുവിനെ പോലെ ഈ ലോകത്തിന്റെ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും പേരും പെരുമയും എല്ലാം പ്രാപിച്ച് ഒരു ദേശം നിറഞ്ഞ് അബ്രഹാമും അവന്റെ കുടുംബവും അവന്റെ സമ്പത്തുകളും എല്ലാം ആയിരിക്കുമ്പോൾ തന്നെ കണ്ടുകൊണ്ട് കാണുന്നതിനപ്പുറത്ത് വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടിൽ ദൈവം ശില്പിയായി നിർമ്മിച്ച അടിസ്ഥാനങ്ങളുള്ള നഗരത്തിനായി അവൻ കാത്തിരുന്നത് പോലെ നമ്മുടെയും ക്രിസ്തീയ ജീവിതത്തിൽ കാഴ്ചയാൽ ജീവിക്കുന്നവരായിട്ടല്ല,
വിശ്വാസത്താൽ ജീവിക്കുന്നവരായി, ദൈനംദിന ജീവിതത്തിൽ വിശ്വാസം പ്രായോഗികമാക്കുന്നവരായി, ആത്യന്തികമായി ക്രിസ്ത്യ ജീവിതത്തിൽ നിത്യതയെ ലക്ഷ്യമാക്കി നമ്മുടെ ചുവടുകളെ വയ്ക്കുന്നവരായി തീരുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും കടാക്ഷിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ശ്രേഷ്ഠ ദൈവദാസനിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിച്ച ദൈവവചനത്തിനായി നമുക്ക് നന്ദി പറയാം. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ തന്നെ മുമ്പോട്ട് പോകാൻ നമ്മളെല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. കേരളത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. ലോകരാജ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് നമുക്ക് ഖത്തറിന് വേണ്ടി പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, അങ്ങ് ഖത്തറിലെ ജനങ്ങളെ സ്നേഹിക്കുന്നതിനായി നന്ദി. അങ്ങയുടെ സ്നേഹത്താൽ ഖത്തറിലുള്ള ഭരണാധികാരികളെ അങ്ങ് നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഖത്തറിൽ കർത്താവെ ലഭിച്ചിരിക്കുന്ന പ്രോസ്പെറിറ്റിക്കായി നന്ദി പറയുന്നു. ഖത്തറിൽ ഉള്ള ഭരണസ്ഥിരതയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. യേശുവിൻ്റെ നാമത്തിൽ ഖത്തറിലെ ഭരണാധികാരികളെ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഖത്തറിലുള്ള ട്രൈബൽ ലീഡേഴ്സിനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവരുടെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ടാകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ബിസിനസ് ലീഡേഴ്സിനെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാവരോടും സ്നേഹത്തോടെ ഇടപെടുവാൻ കർത്താവ് അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഖത്തറിൽ ദൈവരാജ്യം വരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, സോഷ്യൽ മീഡിയയിലൂടെ, ദർശനങ്ങളിലൂടെ, സ്വപ്നങ്ങളിലൂടെ കർത്താവിൻ്റെ സത്യസുവിശേഷം ഖത്തറിൽ എത്തേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ആ രാജ്യത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ആ രാജ്യത്തെ മഹിമപ്പെടണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ബംഗാളിനെയും ഒറീസയെയും ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. COVID-19 സൂപ്പർ സൈക്ലോണിനാലും അഫക്റ്റഡ് ആയിട്ടുള്ള എല്ലാ ജനങ്ങളെയും ഞങ്ങൾ കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കൽക്കട്ടയിൽ കർത്താവെ പവർ സപ്ലൈ റീസ്റ്റോർ ആകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൽക്കട്ടയിൽ കർത്താവെ COVID-19 ബാധിച്ചിരിക്കുന്നവർ ഉള്ള ഹോസ്പിറ്റലുകളിൽ പവർ സപ്ലൈ വേഗത്തിൽ റീസ്റ്റോർ ആകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ. കൽക്കട്ടയിൽ കർത്താവെ പല സംസ്ഥാനങ്ങളിൽ ജോലിക്കായി കടന്നുപോയി മടങ്ങി വരുന്ന, ബംഗാളിലേക്ക് മടങ്ങി വരുന്ന, ഒറീസയിലേക്ക് മടങ്ങി വരുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ആ പട്ടണങ്ങളോട് കർത്താവെ കരുണ തോന്നണമേ. ആ സ്റ്റേറ്റിലുള്ള ജനങ്ങളോട് കർത്താവെ കരുണ തോന്നണമേ എന്ന് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമം ഞങ്ങളുടെ രാജ്യത്ത് മഹിമപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വവും പുകഴ്ചയും ബഹുമാനവും ഞങ്ങൾ യേശുവിന് അർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥനാം മശിഹ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും
മഹേശൻ. സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹ. അവൻ അത്ഭുതമന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ, രാജാതിരാജനാം മശിഹ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. കോടാകോടിതൻ ഭൂതസൈന്യവുമായി മേഘാരൂഢനായി വരുന്നിതാ ഇരവിൽ. തൻ പ്രിയ സുതരെ തന്നോടു ചേർപ്പാൻ വേഗം വരുന്നേശു മശിഹ. ദൈവനാമത്തിന് മഹത്വം. 1983 ഡിസംബർ 8 ദൈവകൃപയാൽ പരിശുദ്ധാത്മ നിയോഗത്തിൽ രചിക്കപ്പെട്ട ഈ ഗാനത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വവും
മനുഷ്യാവതാരവും മഹത്വ പ്രതിഷ്ഠതയും വർണ്ണിക്കുന്നു. ഈ ഗാനം നിങ്ങൾക്കേവർക്കും സ്വർഗീയ സന്തോഷം നൽകുമാറാകട്ടെ. പിതാവേ, ഞങ്ങളെ ഇത്രത്തോളം അനുഗ്രഹിച്ചനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ മഹത്വവും ബഹുമാനം പുകഴ്ചയും ഞങ്ങൾ കർത്താവ് യേശുവിന് തരുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരോടും കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. And you are precious for the Lord Jesus Christ. നാളെ രാവിലെ 7 മണിക്ക് നമുക്ക് ഒരുമിച്ച് കാണാം. God bless you.